നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഏപ്രിൽ മാസം 10-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ, അറിയിപ്പുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ഒപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയായിട്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ആധാർ സംവിധാനം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഫേസ് ID ഓതന്റിക്കേഷനും നിർമ്മിത ബുദ്ധിയും അടങ്ങുന്ന ഡിജിറ്റൽ ആധാർ അത് പൗരന്മാർക്ക് ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ QR കോഡ് വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ ഫേസ് ID ഓതന്റിക്കേഷൻ എന്നീ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലൂടെ ആധാർ പകർപ്പുകൾ കയ്യിൽ കൊണ്ട് നടക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. UPI പണമിടപാട് പോലെ തന്നെ ആധാർ വെരിഫിക്കേഷനും ഇനി എളുപ്പമാകും. ഇതാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആധാർ ആപ്പ് വരുന്നതോടുകൂടി യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഹോട്ടൽ ചെക്കിനുമൊക്കെ തന്നെ ഇനി പകർപ്പ് നൽകേണ്ടി വരില്ല. ഉടൻ തന്നെ ദേശീയ തലത്തിൽ ഈ ആപ്പ് വ്യാപകമാക്കുമെന്ന് മന്ത്രി സാമൂഹ്യ മാധ്യമമായിട്ടുള്ള എക്സിലൂടെ കുറിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സ്വർണ്ണപ്പണയ വായ്പകൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പുറപ്പെടുവിക്കുമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിരിക്കുകയാണ്. വായ്പാ നയ അവലോകന യോഗത്തിന് ശേഷം റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. സ്വർണ്ണം ഈടായിട്ട് സ്വീകരിച്ച് വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്കും സ്വർണ്ണപ്പണയ വായ്പകൾക്കും പുതിയ ചട്ടക്കൂട് കൊണ്ടുവരാനാണ് റിസർവ് ബാങ്കിന്റെ പുതിയ തീരുമാനം. ഇത്തരം സ്ഥാപനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഏകീകരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ഇത്തരം വായ്പകളുടെ അപകട സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് പുതിയ മാനദണ്ഡങ്ങളും സമഗ്രമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2025 ജനുവരിയിലെ കണക്കനുസരിച്ച് ബാങ്കുകളും NBFCകളും സ്വർണ്ണപ്പണയ വായ്പ നൽകുന്നതിൽ അസാധാരണമായിട്ടുള്ള വർധനയുണ്ടായിട്ടുണ്ട്. 1.78 ലക്ഷം കോടി രൂപയായി വായ്പ വർദ്ധിച്ചു. സ്വർണ്ണവില കുതിച്ചുയരുന്നതോടുകൂടി സ്വർണ്ണ വായ്പ ബിസിനസ് അതിവേഗം വളരുകയും ചെയ്തു. കടം വാങ്ങുന്നയാൾ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സ്വർണം ലേലം ചെയ്യാൻ കഴിയുന്നതിനാൽ തന്നെ ബാങ്കുകളും അതോടൊപ്പം തന്നെ NBFCകളും ഇതിനെ നല്ലൊരു ബിസിനസ്സായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഇത് തടയിടാനായിട്ട് തന്നെ RBI ഇപ്പോൾ രംഗത്തെത്തുകയായിരുന്നു. സ്വർണ്ണ വായ്പാ രീതികൾ പരിശോധിച്ച RBI സ്വർണ്ണ വായ്പാ ഇടപാടുകളിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തുകയുണ്ടായി. സ്വർണം പുതുക്കി വയ്ക്കാനോ വായ്പയുടെ കാലാവധി നീട്ടുകയോ വേണമെങ്കിൽ വായ്പയുടെ മുഴുവൻ മുതലും പലിശയും തിരിച്ചടക്കേണ്ടതുണ്ട്. ഉപഭോക്താവിൻ്റെ സാന്നിധ്യമില്ലാതെ സ്വർണത്തിൻ്റെ മൂല്യനിർണ്ണയം, വേണ്ടത്ര ജാഗ്രതയില്ലായ്മ, അതോടൊപ്പം തന്നെ ഉപഭോക്താവ് വീഴ്ച വരുത്തിയാൽ സ്വർണം ലേലം ചെയ്യുന്നതിലുള്ള സുതാര്യതയില്ലായ്മ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചാണ് RBIയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് പുതിയ സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതിയിലെ വിവിധ മേഖലകളിൽ തൊഴിലുകൾ ആരംഭിച്ചിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് തൊഴിൽ കാർഡുകൾ എടുത്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ടുള്ള തൊഴിൽ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ ഇത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 369 എന്ന പ്രതിദിന നിരക്കാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വർധനവ്. മാത്രമല്ല, നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രതിദിന വേതനം അത് 400 രൂപ ആക്കണമെന്ന പാർലമെന്ററി സമിതിയുടെ നിർദ്ദേശവും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന തുക അത് വിവിധ സംസ്ഥാനങ്ങൾക്ക് അപര്യാപ്തമാണ് എന്നും അതുമാത്രവുമല്ല, ഒരുപാട് ആളുകൾ ഈ പദ്ധതിയിൽ നിന്ന് ഇപ്പോൾ പിറകോട്ട് മാറുകയാണെന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്ററി സ്ഥിരം സമിതി കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് എല്ലാവർക്കും പ്രതിദിന വേതനം അത് 400 രൂപ ആക്കണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, 100 പ്രവൃത്തി ദിനങ്ങൾ പോരാ എന്നും അത് 150 പ്രവൃത്തി ദിനങ്ങൾ വരെ ആക്കണമെന്നുള്ള ശുപാർശയും ഇപ്പോൾ ഈ സമയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇത് പരിഗണിച്ചു കഴിഞ്ഞാൽ നിലവിൽ വീണ്ടും ഒരു തുക വർധന ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുവെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു വർധനവ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാവുക. അല്ലാത്ത പക്ഷം 369 എന്ന നിരക്കിലേക്ക് തന്നെയായിരിക്കും നമുക്ക് ഈ സാമ്പത്തിക വർഷം തുടരുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ അറിയിപ്പ് ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ്. പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിച്ചുവെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്നലെ കടമെടുപ്പ് നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. 2000 കോടി രൂപയാണ് ഇന്നലെ കടമെടുത്തത്.
ഇതിൽ 820 കോടി രൂപ പെൻഷന് വേണ്ടിയിട്ട് സർക്കാർ മാറ്റിവെച്ചിരുന്നു. പെൻഷൻ വിതരണം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പക്ഷേ ഉത്തരവ് പ്രകാരം നാളെ മുതലാണ് പെൻഷൻ്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ നാളെ മുതൽ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങും. എന്നാൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കേന്ദ്രവിഹിതം ലഭിക്കുന്ന 200, 300, 500 എന്നിവയൊക്കെ ലഭിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് അടുത്ത ആഴ്ചയായിരിക്കും തുക എത്തിച്ചേരുക. ഏപ്രിൽ 14 മുൻപ് കൈകളിൽ തുക വിതരണം പൂർത്തീകരിക്കുമെന്നാണ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വിഷുവിന് മുൻപ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനും വിതരണം പൂർത്തീകരിക്കുന്നതാണ്. 1600 രൂപ ഇന്നു മുതൽ തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വിവരമാണ് ഇപ്പോൾ ധനവകുപ്പിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷന് തുടർച്ചയായിട്ടുള്ള 2 മാസം ഇപ്പോൾ മുടക്കമില്ലാതെ 1600 രൂപ വീതം വിതരണം ചെയ്യുന്നുവെന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ കുടിശ്ശിക നമുക്ക് നിലവിലുണ്ട്, ഒരുപാടുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ വിതരണ നടപടികൾ സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിലയിൽ കാര്യമായ കുറവ് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ വർധനവ് ഉണ്ടായിരിക്കുന്നത്. ബുധനാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില ഗ്രാമിന് 65 രൂപയും പവന് 520 രൂപയുമാണ് വർദ്ധിച്ചത്. ഈ വില വർധനവോടുകൂടി 22 കാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില 1 ഗ്രാം അത് 8290 രൂപയായി ഉയർന്നു. ഇതോടെ 1 പവൻ സ്വർണ്ണത്തിൻ്റെ വില 66,320 രൂപയിലെത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ സ്വർണ്ണ വ്യാപാരി സംഘടനകൾക്കിടയിൽ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും 22 കാരറ്റ് സ്വർണ്ണത്തിൻ്റെ വിലയുടെ കാര്യത്തിൽ ഏകീകൃത നിലപാടാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.